Hello, again welcome back to Learnino. So നമ്മുടെ കീം 2024 എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സുകളിലേക്കുള്ള അലോട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാടധികം ഡൗട്ട്സ് കുട്ടികൾ വാട്സാപ്പിലും യൂട്യൂബിലും ചോദിക്കുന്നുണ്ട്. അതിൽ ഫീസുമായി ബന്ധപ്പെട്ട് കുറേയധികം ക്വയറീസ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് ഫീസ് അടയ്ക്കുന്നതും അതുപോലെ തന്നെ ഫീസിന്റെ റീഫണ്ടും ഒക്കെ ആയി ബന്ധപ്പെട്ട്. അപ്പൊ ആ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഫീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം. ഓക്കെ. അപ്പൊ അതില് ഫീസ് റീഫണ്ട് ചെയ്യുന്നതില് ഇപ്പൊ നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഫീസ് അടച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? ആ ഫീസ് റീഫണ്ട് കിട്ടുമോ എന്ന് കുറച്ചുപേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫീസ് ഇപ്പൊ നമുക്ക് അലോട്ട്മെന്റ് എവിടെയും കിട്ടിയില്ല എന്ന് വിചാരിക്കാം. ഒരു ഫേസിലും ഇപ്പൊ സെക്കൻഡ് ഫേസിലും തേർഡ് ഫേസിലും ഒന്നും നമുക്ക് എവിടെയും അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഫീസ് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. ഇനി നമുക്ക് എവിടെയെങ്കിലും അലോട്ട്മെന്റ് കിട്ടി, പക്ഷെ നമ്മൾ അവിടെ ഈ പറഞ്ഞ പോലെ ടോക്കൺ ഫീ അടച്ച് ജോയിൻ ചെയ്യാതിരിക്കുകയോ മറ്റോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ഫീസ് നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടില്ല. അപ്പൊ അത് മാത്രമാണ് ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീയുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളൂ. അപ്പൊ അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കത് കിട്ടും, പക്ഷെ അലോട്ട്മെന്റ് കിട്ടിയിട്ടും നമ്മൾ എവിടെയും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷന്റെ ഫീ റീഫണ്ട് ആയിട്ട് കിട്ടില്ല. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് നമുക്കൊരു ടോക്കൺ ഫീ അടയ്ക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ പറഞ്ഞ ഫീസിന് ഓരോ അലോട്ട്മെന്റുകളിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും അടയ്ക്കേണ്ടി വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യമില്ല. നമ്മൾ ഇപ്പം വൺസ് ഈ ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റിൽ നമ്മൾ അടയ്ക്കുന്ന ഒരു ഫീ നമുക്ക് വരുള്ളൂ. പിന്നീട് നമുക്ക് വരുന്നത് ഇപ്പം സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റിൽ ഇപ്പം നമുക്ക് ആദ്യം ഇപ്പൊ സെൽഫ് ഫിനാൻസിംഗിൽ പിന്നെ ഗവൺമെന്റിലൊക്കെ കിട്ടിയ അങ്ങനെ ഒരു ഫീസ് വേരിയേഷൻ ഉണ്ടെങ്കിൽ അടയ്ക്കേണ്ടി വരുള്ളൂ. അല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് ഒരു ഫീസും അടയ്ക്കേണ്ടി വരില്ല. ഇനി സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ അഡ്മിഷന്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുക. അതായത് നമ്മൾ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കേണ്ടി വരാം. അപ്പൊ ആ സമയത്ത് നമുക്ക് എഗെയിൻ ഇതുപോലെ തന്നെ ഈ ഒരു അഡ്മിഷൻ ഫീ എത്രയാണ് നമ്മൾ അടയ്ക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പൊ നമുക്ക് വന്നതുപോലെ തന്നെ ഒരു അലോട്ട്മെന്റ് മെമ്മോ പോലെ നമുക്ക് എത്ര ഫീ അടയ്ക്കണം എന്നുള്ളത് നമുക്ക് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ആ സമയത്ത് ആ പറയുന്ന ഫീസ് മാത്രമേ നമ്മൾ അടയ്ക്കേണ്ടി വരുള്ളൂ. അതായത് നമ്മൾ ഇപ്പൊ അടച്ച ഫീസുമായി അത് അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും ആ ഒരു എമൗണ്ട് വരുന്നത്. അപ്പൊ ആ ഫീ മാത്രമേ നമുക്ക് അടയ്ക്കേണ്ടി വരുള്ളൂ. അല്ലാതെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഒരു ടോക്കൺ ഫീ എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇല്ല. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഓരോ കോളേജുകളുടെയും ഫീ സ്ട്രക്ചർ അത് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒഫീഷ്യൽ വെബ്സൈറ്റിലുണ്ട്. കൂടാതെ നമ്മൾ അത് വീഡിയോയും ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് ഗവൺമെന്റ് കോളേജിൽ ഇത്ര ഫീ, സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഇത്ര ഫീ, കോസ്റ്റ് ഷെയറിംഗ് കോളേജിൽ ഇത്ര ഫീ, അതിൽ തന്നെ ലോവർ ഫീ, ഹയർ ഫീ ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഫീസിനെ കുറിച്ച് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ആ ഫീ ആണ് നമ്മൾ ഒരു സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ്. ഇപ്പൊ ഒന്നും നമ്മൾ കോളേജിൽ പോവുകയോ കോളേജിൽ പോയി ഫീ അടയ്ക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതൊക്കെ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം വരുന്ന പ്രൊസീജിയർ ആണ്. നമ്മൾ കോളേജിൽ പോയി ജോയിൻ ചെയ്യുന്ന സമയത്താണ് ആ ഒരു അഡ്മിഷൻ ഫീ ഒക്കെ നമുക്ക് അടയ്ക്കേണ്ടി വരിക. അത് എത്രയാണ് അടയ്ക്കേണ്ടത് എന്നുള്ളതും കൃത്യമായി നമുക്ക് ആ സമയത്ത് അലോട്ട്മെന്റ് കഴിയുന്ന സമയത്ത് നമുക്കത് അവൈലബിൾ ആവും. ആ സമയത്ത് നമ്മളത് അടച്ചാൽ മതി. അപ്പൊ ഫീസ് അടയ്ക്കുന്ന കാര്യത്തിൽ ഇപ്പൊ ഒരു വ്യക്തത വന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഒരുപാട് പേർക്കുള്ള സംശയം ഈ ഫീസ് റീഫണ്ട് കിട്ടുന്നതിനെ കുറിച്ചാണ്. ഫീസ് റീഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പക്ഷേ നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്യുന്നില്ല, അപ്പൊ അലോട്ട്മെന്റ് കിട്ടിയിട്ടും നമ്മളിപ്പോ ഈ ഫീ ഒക്കെ അടച്ചതിന് ശേഷം നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, അതല്ലെങ്കിൽ നമുക്കിപ്പം വേറെ ഏതെങ്കിലും ഒരു കോഴ്സുകൾക്ക് അല്ലെങ്കിൽ പുറത്ത് നമ്മൾ എവിടെയെങ്കിലും പോയി പഠിക്കുവാണ്, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലും അല്ലെങ്കിൽ ഈ വർഷം കണ്ടിന്യൂ ചെയ്യുന്നില്ല, റിപ്പീറ്റ് ചെയ്യാണ്, അങ്ങനെയാണെങ്കിൽ ഫീ റീഫണ്ട് കിട്ടും, അങ്ങനെയൊക്കെ കുറെ പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അത് നമുക്കൊന്ന് വ്യക്തമായിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ ഫീ റീഫണ്ട് ഇത് എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും അതേപോലെ തന്നെ ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകൾക്ക് എല്ലാം കോമൺ ആയിട്ടാണ് കേട്ടോ ഈ കാര്യങ്ങൾ വരുന്നത്. അതായത് ഒരു പക്ഷേ ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ വിഡ്രോ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതായത് കണ്ടിന്യൂ ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അവർ അതുവരെ അടച്ചിട്ടുള്ള എൻറ്റയർ ഫീ അവർക്ക് റീഫണ്ട് കിട്ടും. അതിൽ ഒരു പ്രോസസ്സിംഗ് ഫീ മാത്രം, അത് ഏകദേശം ഒരു 1000 rupeesന് അടുത്ത് വരുന്ന ഒരു പ്രോസസ്സിംഗ് ഫീ മാത്രം അതിൽ നിന്ന് ഡിഡക്ട് ചെയ്ത് ബാക്കിയുള്ള എമൗണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ റീഫണ്ട് ചെയ്യും, ആ സ്റ്റുഡന്റിന് റീഫണ്ട് ചെയ്യും. ഓക്കെ, അതിനോടൊപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും ഡോക്യുമെന്റ്സ് പ്രൊവൈഡ് ചെയ്ത് നമ്മുടെ സർട്ടിഫിക്കറ്റ്സോ കാര്യങ്ങളോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും അതെല്ലാം നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. ഇനി ഒരു പക്ഷേ നമ്മൾ ക്ലാസ് തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ലീവ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം, നമ്മൾ ആ കോളേജിൽ നിന്ന് ലീവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും നമുക്ക് അവിടെ റീഫണ്ട് കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്.
അതായത് ആ സീറ്റ് വേറെ ആരെങ്കിലും അത് ഫില്ല് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ 1000 റുപ്പീസിന്റെ ഒരു പ്രോസസ്സിംഗ് ഫീ ഒഴിച്ച് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് എന്ത് കിട്ടും? റീഫണ്ട് കിട്ടും. ഓക്കെ, അതായത് ഇതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഈ അഡ്മിഷൻ പ്രൊസീജിയറിന്റെ ലാസ്റ്റ് ഡേറ്റിന് മുന്നായിട്ട് വേറൊരു കുട്ടിക്ക് അവിടെ ജോയിൻ ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോഴും അതായത് ക്ലാസ് തുടങ്ങിയിട്ടും ഇപ്പോ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പക്ഷേ ക്ലാസ് ഒക്കെ തുടങ്ങും, അതിന് ശേഷമായിരിക്കും ചിലപ്പോൾ പിന്നെയും അലോട്ട്മെന്റ് ഉണ്ടാവും. അപ്പോൾ ഈ അഡ്മിഷൻ പ്രൊസീജിയറിന് മുന്നേ തന്നെ വേറൊരു കുട്ടിക്ക് നമ്മൾ അവിടെ അഡ്മിഷൻ കിട്ടിയാലും മതി, അതായത് ആ സീറ്റ് ഫില്ല് ആയി കഴിഞ്ഞാലും നമുക്ക് റീഫണ്ട് കിട്ടും. ഈ 1000 റുപ്പീസ് മാത്രം ഡിഡക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് നമുക്ക് റീഫണ്ട് കിട്ടും. പിന്നെ ഈ നമ്മൾ ഒഴിഞ്ഞ ആ സീറ്റ് ഉണ്ടല്ലോ, അത് ഫില്ല് ആയിട്ടില്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ആയിരിക്കും നമുക്ക് റീഫണ്ട് ആയിട്ട് കിട്ടുക. പിന്നെ ഒരു കേസും കൂടെ ഉണ്ട്. ഇപ്പൊ ഈ ക്ലാസ് തുടങ്ങിയിട്ട് നമ്മൾ ഒരു പക്ഷേ ഹോസ്റ്റൽ ഫീസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫീസോ ഒക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തെങ്കിലും ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു ഡിഡക്ഷൻ ചിലപ്പോൾ അതിലെടുക്കും. ഇപ്പൊ നമ്മൾ ഹോസ്റ്റലിൽ കുറച്ച് നാൾ നിന്നിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ചാർജ് എടുത്തിട്ടായിരിക്കും ബാക്കിയുള്ള ഫീ നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വരുന്നത് കാരണം ഒരു വെക്കേറ്റഡ് സീറ്റ് ഫിൽഡ് അല്ല എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിലും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമുക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നമുക്ക് റീഫണ്ട് കിട്ടും. പിന്നീട് അതായത് ഒരിക്കലും ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ആ ഒരു സമയം വരെ ഇരുന്നു എന്ന് പറഞ്ഞിട്ട് ബാക്കിയുള്ള ഇയേഴ്സിലേക്കുള്ള ഫീ കളക്ട് ചെയ്യുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ചെയ്യില്ല. അപ്പൊ ആ ഒരു കാര്യം പ്രത്യേകം തന്നെ ശ്രദ്ധിക്കുക. ഈ സർട്ടിഫിക്കറ്റ്സ് റിട്ടേൺ ചെയ്യും, അതുപോലെ തന്നെ ഫീ റീഫണ്ട് ഒക്കെ ഏകദേശം ഒരു 7 ഡേയ്സ്, സർട്ടിഫിക്കറ്റ്സ് ഒക്കെ 7 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് അത് കിട്ടും. അപ്പൊ ആ ഒരു കാര്യം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നാണെങ്കിലും ക്ലാസ് തുടങ്ങിയതിന് ശേഷമാണെങ്കിലും അതായത് അഡ്മിഷൻ പ്രൊസീജിയറിന് മുന്നായിട്ട് നമുക്ക് മറ്റൊരു സ്റ്റുഡന്റ് ആ സീറ്റ് ഫില്ല് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 1000 റുപ്പീസ് ഒഴിച്ച് ബാക്കിയുള്ള എമൗണ്ട് സുഖമായിട്ട് റീഫണ്ട് കിട്ടും, അതിന് കുഴപ്പമില്ല. ഇനി രണ്ടാമത്തെ ഒരു കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ അൺനെസസറി ആയി നമ്മൾ ഓപ്ഷൻ കൊടുത്ത് നമ്മൾ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുന്നില്ല, അതായത് ഫൈനൽ ഫേസ് ഓഫ് അലോട്ട്മെന്റിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നില്ല എന്ന് വിചാരിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ ഫീസ് തിരിച്ച് കിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് നമ്മൾ കാരണം മറ്റൊരാൾക്ക് ഈ ഒരു സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമ്പോൾ, അതായത് ഫൈനൽ ഈ അഡ്മിഷന്റെ പ്രൊസീജിയറിന്റെ അവസാനം വരെയും നമ്മൾ ഇങ്ങനെ ജോയിൻ ചെയ്യാതിരിക്കുകയും ആ ഫീസ് ആ സീറ്റ് വേറെ ഒരാൾക്ക് ഫില്ല് ചെയ്യാൻ പറ്റാതിരിക്കുകയും വരുന്ന ഒരു കേസിൽ നമുക്ക് ഈ ഫീസ് നഷ്ടമാവും. അത് പെനാൽറ്റി ഫോർ ഫയലിംഗ് എന്നുള്ള രീതിയിലായിരിക്കും വരിക. അപ്പൊ ആ ഒരു കാര്യം കൂടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക. അൺനെസസറി ആയിട്ട് നമ്മൾ വെറുതെ ഓപ്ഷൻ കൊടുത്ത മറ്റൊരാളുടെ ചാൻസ് നമ്മൾ നഷ്ടപ്പെടുത്താൻ കാരണമായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫീസ് റീഫണ്ട് കിട്ടില്ല. ഓക്കെ, സോ ഇതാണ് ഇനി നമുക്ക് ഫീസ് റീഫണ്ടുമായി ബന്ധപ്പെട്ട് പിന്നെയുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നെക്സ്റ്റ് ഇനി കുറെ പേർക്കുള്ള ഒരു ഡൗട്ടാണ്, അതായത് നമ്മൾ എക്സസ് എമൗണ്ട് അടയ്ക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് റീഫണ്ട് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഈ എക്സസ് എമൗണ്ട് അടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷെ ആദ്യം നമുക്കൊരു കൂടുതൽ ഫീസ് ഉള്ള ഏതെങ്കിലും കോളേജിൽ കിട്ടുന്നു, അപ്പൊ നമ്മൾ അവിടെ ഫീസ് അടയ്ക്കുന്നു. പിന്നീട് നമുക്ക് ഗവൺമെന്റ് കോളേജിലൊക്കെ കിട്ടുന്നു, ഫീസ് കുറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ആ സമയത്ത് ഫീസിന്റെ ഒരു ഡിഫറൻസ് വരും അല്ലെ. അപ്പൊ ആ ഫീസ് നമുക്ക് കിട്ടും. ആ ഫീസ് നമ്മൾ ഏർലിയർ അടച്ച ഫീസ് നമുക്ക് റീഫണ്ട് ചെയ്ത് കിട്ടും. അത് ഈ അഡ്മിഷന്റെ പ്രൊസീജിയർ ഒക്കെ കംപ്ലീറ്റ് ആയതിനു ശേഷമേ നമുക്ക് കിട്ടുള്ളൂ. അതിനുവേണ്ടി നമ്മൾ പ്രത്യേകിച്ച് വേറെ ഒരു റിക്വസ്റ്റ് കൊടുക്കുകയോ കാര്യം ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്കത് റീഫണ്ട് കിട്ടും. പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് റീഫണ്ട് കിട്ടില്ല. ഇപ്പൊ ഈ റീഫണ്ടിന്റെ പ്രൊസീജിയർ ഒക്കെ തന്നെ നമുക്ക് പെട്ടെന്ന് ഇത് കഴിഞ്ഞു അപ്പൊ തന്നെ നമുക്ക് അതിന്റെ പിറ്റേ ദിവസം തന്നെ റീഫണ്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ ഒന്നും ചിലപ്പോൾ കിട്ടില്ല. അഡ്മിഷന്റെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് ആ ഒരു എമൗണ്ട്, അതായത് എക്സസ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് തീർച്ചയായിട്ടും അതും നമുക്ക് റീഫണ്ട് കിട്ടും. ഓക്കെ, അപ്പോ ഫീസ് അടയ്ക്കുന്നതിനെ പറ്റിയും റീഫണ്ട് കിട്ടുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ എല്ലാം ഞാൻ ഏകദേശം പറഞ്ഞു എന്നാണ് വിചാരിക്കുന്നത്. എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും ഫാർമസി കോഴ്സുകൾക്കും കോമൺ ആണ്. നമ്മുടെ ചാനലിൽ കുറെ പേര് പറയുന്നുണ്ട് ബിടെക്കിന്റെ കാര്യം മാത്രം പറയില്ലേ, ഞങ്ങൾ ബിഫാമുകാരുടെയും കാര്യം പറയണത്. അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ കോമൺ ആയതുകൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത്. ചിലത് ഞാൻ തമ്പനയിൽ വെക്കാറുണ്ട് എഞ്ചിനീയറിംഗ് ബാർ ഫാർമസിന്ന്. അപ്പൊ ഇത് എഞ്ചിനീയറിംഗ് കോഴ്സിനും ഫാർമസി കോഴ്സിനൊക്കെ ഇത് സെയിം ആണ് ഈ കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം. വാട്സാപ്പിൽ കമന്റ് ചെയ്യാം, യൂട്യൂബിൽ കമന്റ് ചെയ്യാം, പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാൻ പറ്റുന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും റിപ്ലൈ കിട്ടാത്തതുണ്ടെങ്കിൽ പരിഗണിക്കാത്തത് കൊണ്ടല്ല, സമയത്തിന്റെ ഒരു കുറവ് മൂലമാണ്. പിന്നെ അതേപോലെ കോമൺ ആയിട്ട് ചോദിക്കുന്ന സംശയങ്ങൾ നമ്മൾ അപ്പൊ തന്നെ വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.